മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആന്ധ്രാപ്രദേശിലെ കോണസീമ ജില്ലയിൽ ONGC വാതക പൈപ്പ് ലൈനിലെ വാതക ചോർച്ചയെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ തീ നിയന്ത്രണ വിധേയമായില്ല. വാതക ചോർച്ച തുടരുകയാണ്. ഡീപ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നടത്തുന്ന മാൽക്കിപുരം ഇരുസുമുണ്ട ഗ്രാമത്തിലാണ് ശുചീകരണ കിണറ്റിലാണ് ചോർച്ചയുണ്ടായത്. അഗ്നിശമന സുരക്ഷാ നടപടികൾ തുടരുകയാണ്. വിദഗ്ധ സംഘം സ്ഥലത്തെത്തും. പ്രദേശത്തുള്ള ആളുകളെ ഇന്നലെ രാത്രിയോടെ പൂർണ്ണമായും ഒഴിപ്പിച്ചു. പൈപ്പ് ലൈനിൽ ഡ്രില്ലിംഗ് നടത്തുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. പൈപ്പ് ലൈനിൽ വിള്ളലുണ്ടായതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ പുറത്തേക്ക് തെറിക്കുകയും തീപിടിച്ച് സ്ഫോടനം നടക്കുകയുമായിരുന്നുവെന്നതാണ് പ്രാഥമിക വിവരം. ഇപ്പോഴും ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പ്രദേശത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. ആന്ധ്രാപ്രദേശിലെ കോണസീമ ജില്ലയിലെ ONGC വാതക പൈപ്പ് ലൈനിലെ വാതക ചോർച്ചയെ തുടർന്നുണ്ടായ തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. ഈ വാതക ചോർച്ച തുടരുകയാണ്. ഡീപ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നടത്തുന്ന മാൽക്കിപുരം ഇരുസമുണ്ട ഗ്രാമത്തിലാണ് ശുചീകരണ കിണറ്റിലാണ് ഇത്തരത്തിൽ ചോർച്ചയുണ്ടായത്. അഗ്നിശമന സുരക്ഷാ നടപടികൾ തുടരുകയാണ്. വിദഗ്ധ സംഘം സ്ഥലത്തെത്തും എന്നതാണ് ലഭിക്കുന്ന വിവരം. പ്രദേശത്തുള്ള ആളുകളെ ഇന്നലെ രാത്രിയോടെ തന്നെ പൂർണ്ണമായും ഒഴിപ്പിച്ചിരുന്നു. പൈപ്പ് ലൈനിൽ ഡ്രില്ലിംഗ് ഇടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. പൈപ്പ് ലൈനിൽ വിള്ളലുണ്ടായതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ പുറത്തേക്ക് തെറിക്കുകയും തീപിടിച്ച് സ്ഫോടനം നടക്കുകയുമായിരുന്നു എന്നതാണ് പ്രാഥമിക വിവരം. ഇപ്പോഴും ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. ഈ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് ഇന്നലെ തന്നെ ഈ പ്രദേശത്ത് നിന്നും ആളുകളെല്ലാം പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിദഗ്ധ സംഘം സ്ഥലത്തെത്തും എന്നതാണ് ലഭിക്കുന്ന വിവരം. അഗ്നിശമന സുരക്ഷാ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ഡീപ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നടത്തുന്ന മാൽക്കിപുരം ഇരുസുമുണ്ട ഗ്രാമത്തിലെ ശുചീകരണ കിണറ്റിലാണ് ഇത്തരത്തിൽ ചോർച്ചയുണ്ടായത്. ഇപ്പോഴും അഗ്നിശമന സുരക്ഷാ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല.